വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഡേ അനദർ സ്റ്റോറി. ഇന്ന് ഒരു ഫോട്ടോഷൂട്ട് ഡേ ആണ്. ഇതിൻ്റെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജർമ്മനിയിൽ ഇപ്പോൾ സമ്മറാണ്, അതായത് സമ്മർ തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ മനസ്സിൽ വിചാരിച്ച ഒരു പ്ലാനായിരുന്നു ഈ ഒരു ഫോട്ടോഷൂട്ട്. നമ്മുടെ ജർമ്മനിയിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് എനിക്ക് ഫോട്ടോസ് എടുത്തിരുന്നത്. രാവിലെ തന്നെ ഇവർ വന്നു. അപ്പം നമ്മൾ 4 ആളും കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ശ്യാം ചേട്ടൻ, ജ്യോതി, ഷിഖിൽ ചേട്ടൻ, ഇവർ 3 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അതിൽ ഷിഖിൽ ചേട്ടനാണ് എൻ്റെ എല്ലാ ഫോട്ടോസും എടുത്തിരുന്നത്. ശ്യാം ചേട്ടനാണ് എൻ്റെ വീഡിയോ ക്ലിപ്സ് എല്ലാം എടുക്കുന്നത്. ജ്യോതിയാണ് ഇത് ഫുൾ അറേഞ്ച് ചെയ്യുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തരുന്നതൊക്കെ ജ്യോതിയായിരുന്നു. ഞാൻ താമസിക്കുന്നത് വെയ്സലിലാണ്. മുന്നത്തുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയ്സലിൽ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്താണ് റൈൻ റിവർ ഉള്ളത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടെ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ആദ്യത്തെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റാൻഡം പിക്സൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജ്യോതിയാണ് ഈ സ്ഥലം പറയുന്നത്, ഇവിടെ വെച്ച് എടുക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് കുറച്ച് റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് എങ്ങനെയാണ് ഫോട്ടോസ് വേണ്ടതെന്നുള്ള ഒരു ഐഡിയ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജ്യോതി എടുത്താണ് ആദ്യം പറയുന്നത്. അപ്പോൾ ജ്യോതി, ഞാനും ഷിഖിൽ ചേട്ടനും കൂടി അത് പ്ലാൻ ചെയ്തു. നമുക്കിങ്ങനെ എടുക്കാം, ഇവിടെ വെച്ച് എടുക്കാം, ഇത്ര സമയത്ത് എടുക്കാം എന്നെല്ലാം പ്ലാൻ ചെയ്തത്. എൻ്റെ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു പിക്നിക് ഡേ അല്ലെങ്കിൽ ചെറിയൊരു ഈവനിങ് ഔട്ടിങ് എന്നുള്ള രീതിയിലൊരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബുക്സും ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ടുപോയത്. ജ്യോതി എനിക്ക് അവിടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിന് ഒരു ക്രൗൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യോതി അതൊക്കെ പറിച്ച് എനിക്ക് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രൗൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എനിക്ക് ഈ ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉദ്ദേശിച്ച ഒരു തീമിന് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്നലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ഈ യെല്ലോ ഫ്ലവർ എനിക്ക് ജ്യോതി വാങ്ങി തന്നതാണ്. ഈ യെല്ലോയും കൂടി വെക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ജ്യോതി സ്പോൺസർ ചെയ്ത ഫ്ലവറാണിത്. അങ്ങനെ അവിടെ ഇരുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എനിക്ക് കുറേ ഇഷ്ടമായിട്ട് ഫോട്ടോസ് എല്ലാം. ഞാനിങ്ങനെ അവരോട് പറഞ്ഞായിരുന്നു എനിക്ക് ഈ രീതിയിലുള്ള ഇങ്ങനത്തെ രീതിയിലുള്ള ഫോട്ടോസാണ് എനിക്ക് വേണ്ടതെന്ന്. സോ അത് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചേട്ടന്മാർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ബെറീസ് ഉണ്ടായി കിടക്കുവാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ കുറേ വെറൈറ്റീസ് ഓഫ് ബെറീസ് ഉണ്ടെന്ന്. ജ്യോതി അതിൻ്റെ മെയിൻ ആളാണ്. ജ്യോതി പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈൻ റിവറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ലൊക്കേഷനാണ്. നമ്മൾ വിചാരിച്ച ടൈമിലല്ലായിരുന്നു നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റിങ്ങിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും കറക്റ്റായിട്ട് ലൈറ്റോ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളതൊന്നും അങ്ങനെ അധികം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ടൈം ഒരുപാട് നീണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്. ഇങ്ങനെയാണ് ഞാൻ ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവർ ഒരുപാട് ഫോട്ടോസ് എനിക്ക് എടുത്തു തന്നായിരുന്നു. അങ്ങനെ പല ആംഗിളിൽ നിന്ന് പല വീഡിയോസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ ഞാൻ 2-3 ക്ലിപ്സും ആഡ് ചെയ്തേക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഷിഖിൽ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫോട്ടോഷൂട്ട്? സൂപ്പറായിരുന്നു. ഞാൻ സാരി ആയിട്ട് വരും ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരായിരുന്നു എൻ്റെ എല്ലാ ഫോട്ടോ എടുത്തത്. ഷിഖിൽ ചേട്ടനും ശ്യാം ചേട്ടനും ജ്യോതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ചെറിയൊരു ലഞ്ചും കൂടി ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലത്തിരുന്ന് അതെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.